തിരുവനന്തപുരത്ത് പേട്ടയിൽ നാടോടി ദമ്പതിമാരുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. ബീഹാർ സ്വദേശികളായ നാടോടി ദമ്പതിമാരുടെ 2 വയസ്സുള്ള പെൺകുഞ്ഞിനെയാണ് കാണാതായിരിക്കുന്നത്. പോലീസ് പരിശോധന നടത്തിവരികയാണ്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവർ റോഡരികിൽ കഴിയുന്ന നാടോടി ദമ്പതിമാരാണ്. ഇവരുടെ കുട്ടിയാണ് കാണാതായത്. നാടോടി സംഘം റോഡരികിൽ കിടന്ന് ഉറങ്ങുന്നതിനിടെ 1 മണിയോടെ അച്ഛനും അമ്മയും എഴുന്നേറ്റപ്പോഴാണ് കുട്ടിയെ കാണാതായതായി അറിയുന്നത്. ഇവർ ബഹളം വെച്ചതോടെ നാട്ടുകാർ എത്തുകയും പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയുമായിരുന്നു. ഉടൻ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചുവെങ്കിലും കുട്ടിയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ശബ്ദം കേട്ട് എഴുന്നേറ്റപ്പോൾ സ്കൂട്ടറിൽ 2 പേർ പോകുന്നത് കണ്ടുവെന്നും അവരായിരിക്കണം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നുമാണ് ദമ്പതിമാർ പറയുന്നത്. തിരുവനന്തപുരം പേട്ടയിൽ റോഡരികിൽ വർഷങ്ങളായി ഇവർ തമ്പടിച്ച് താമസിച്ചു വരികയായിരുന്നു. ദീർഘകാലമായി ഇവർ ഹൈദരാബാദിലായിരുന്നു. ഏതാനും വർഷം മുൻപ് കേരളത്തിൽ എത്തുകയായിരുന്നു. 3 ആൺകുട്ടികളടക്കം 4 കുട്ടികളാണ് ഇവർക്ക് ഉള്ളത്. പോലീസ് വ്യാപക പരിശോധന നടത്തിവരികയാണ്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ നാടിന്റെ തിരുവനന്തപുരത്തും അതുപോലെ പല സ്ഥലങ്ങളിലുമൊക്കെ ഇതുപോലെ നാടോടി കുടുംബങ്ങളെ ധാരാളമായി കാണാറുണ്ട്. ഒരല്പം മനസാക്ഷിയുള്ളവരുടെ മനസ്സിൽ എപ്പോഴും തോന്നുന്ന ഒരു ചോദ്യം തന്നെയാണ്, ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് എത്രമാത്രം സുരക്ഷിതത്വം രാത്രികാലങ്ങളിലും അല്ലാതെ നോർമൽ ടൈമിലുമൊക്കെ ഉണ്ട് എന്നുള്ള സംശയം പലപ്പോഴും ഞാനൊക്കെ പലപ്പോഴും ഇവരെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു ചോദ്യമാണ്, എത്രമാത്രം സുരക്ഷിതത്വമാണ് ഈ കുഞ്ഞുങ്ങൾക്കുള്ളത് എന്ന്. നമുക്കുമൊക്കെ കെട്ടുറപ്പുള്ള ഒരു വീടുണ്ട്, ആ വീട്ടിൽ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണ്. പക്ഷേ ഈ നാടോടി ആൾക്കാരുടെ കുട്ടികൾക്ക് എത്രമാത്രം സുരക്ഷിതം നമുക്കറിയാം. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പല രീതിയിൽ കുട്ടികളായാലും ചെറിയ പ്രായമുള്ള കുട്ടികളായാലും വലിയ പ്രായമുള്ളവരായാലും അവരെയൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഇവർക്കൊക്കെ എത്രമാത്രം സുരക്ഷ എന്നത് നമ്മുടെ മുന്നിലെ ഒരു ചോദ്യം തന്നെയാണ്. പിന്നീട് ഇവരുടെ ജീവിതം, നാടോടികളുടെ ജീവിതം, അവർ ഓരോ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ ചെന്ന് അവിടെ ടെന്റ് അടിച്ച് അങ്ങനെ ജീവിച്ച് അവരുടെ ആ ഒരു ശീലം അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവർ ആ സുരക്ഷയെക്കുറിച്ച് ബോധർ ചെയ്യുന്നില്ല എന്നാണ് പലപ്പോഴും ഇവരെ കാണുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ഒരു ചെറിയ കുഞ്ഞ്, 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ രാത്രി അച്ഛനമ്മമാരുടെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ അത് ആരാണ് കൊണ്ടുപോയത് എന്നറിയില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിയെ തിരിച്ചു കിട്ടുന്നത് വരെ എന്തായാലും ആ അച്ഛനും അമ്മയും തീ തിന്നുക തന്നെയായിരിക്കും. ഇതിനു മുൻപ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിരുന്നു. അന്യസംസ്ഥാന തൊഴിലാളിയുടെ ഒരു കുഞ്ഞിനെയാണ് ആലുവയിൽ വളരെ ക്രൂരമായി പൈശാചികമായി പീഡിപ്പിച്ച് കൊന്ന സംഭവം പുറത്തു വന്നത്. ഇതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുൻപ്, ഒരു 3-4 വർഷങ്ങൾക്ക് മുൻപ് കണ്ണൂർ ഭാഗത്ത് 7 വയസ്സുള്ള ഒരു കുഞ്ഞ് അച്ഛനമ്മമാരോടൊപ്പം ഉറങ്ങിക്കിടന്ന ഒരു കുഞ്ഞിനെ ഇതുപോലെ തട്ടിക്കൊണ്ടുപോയി ആ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമം നടന്നതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിലുള്ള പീഡന ശ്രമങ്ങൾ പലപ്പോഴും ഈ നാടോടി വിഭാഗത്തിന്റെ കുടുംബ അംഗങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും റോഡരികിൽ കിടന്നുറങ്ങുന്ന ഇവരെ വളരെ പെട്ടെന്ന് ചൂഷണം ചെയ്യാൻ അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇവരോട് ഇത്തരം ആക്രമണങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പലതും പുറത്തു വരാറില്ല എന്നതാണ് സത്യം. എന്തായാലും ഈ കുഞ്ഞിനെ ചൊല്ലി ഇപ്പോൾ എല്ലാ കുടുംബങ്ങളും ഇവരുടെ കൂട്ടത്തിലുള്ള നാടോടി കുടുംബങ്ങളെല്ലാം ആശങ്കയിൽ തന്നെയാണ്. ഇത് കേൾക്കുന്ന ഏതൊരു മനസാക്ഷിയുള്ളവരുടെ മനസ്സിലും അയ്യോ അവർക്കൊരു സുരക്ഷിതത്വമില്ലല്ലോ, കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നൽകുന്ന സുരക്ഷിതത്വം അവർക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നില്ലല്ലോ എന്ന വേദനയുമുണ്ട്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ പോലീസുകാർ ഈ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ ആരാണ് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയത് എന്നുള്ളത് കണ്ടെത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അശുഭകരമായ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ഈ വാർത്ത കേൾക്കുന്ന ഓരോ ആൾക്കാരും. തിരുവനന്തപുരത്ത് പേട്ട മാത്രമല്ല മറ്റു പല ഭാഗങ്ങളിൽ ഇതുപോലെ നാടോടി കുടുംബങ്ങൾ ടെന്റ് കെട്ടി താമസിക്കുന്നുണ്ട്. അവരിൽ പലരുടെയും ജോലി എന്ന് പറയുന്നത് വിഗ്രഹ നിർമ്മാണമായിരിക്കും, അതുപോലെ ഉള്ള ചെറുകിട വ്യവസായങ്ങളായിരിക്കും. ചിലപ്പോൾ വിഗ്രഹ നിർമ്മാണം നടത്തി ഇതുപോലെ റോഡുകൾ തോറും വിഗ്രഹം കൊണ്ട് നടക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇതുപോലെ അവിടെ കഴിയുന്നുണ്ട്. അവരുടെ ഊണും ഉറക്കവും എല്ലാം അവിടെ തന്നെ ആയിരിക്കും. എന്തായാലും ഈ കുഞ്ഞിനെ വളരെ വേഗം തിരിച്ചു കിട്ടട്ടെ, അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വേഗം ലഭിക്കട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ പൊതുസമൂഹം. എന്തായാലും പോലീസുകാർ അതിനുള്ള കൂടുതൽ അന്വേഷണത്തിലാണ് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.